നമസ്തേ. ഓപ്പറേഷൻ സിന്ദൂറിനെ പിന്തുണച്ചവരെ യുദ്ധക്കുതിരെന്ന് വിളിച്ച് ആക്ഷേപിച്ച സമാധാന പ്രേമികൾ ഇപ്പോൾ പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. എന്തുകൊണ്ട് പാകിസ്ഥാനെ ആക്രമിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ അതുങ്ങൾ ചോദിക്കുന്നത്. ഇമാതിരി മൊയന്തുകൾ നമുക്ക് രാഷ്ട്രീയമല്ല, രാഷ്ട്രീയമാണ് മുഖ്യമെന്ന് പറയാൻ പറഞ്ഞു രാഹുൽ ഗാന്ധി. മുത്തശ്ശി 1920 ആനപ്പുറം കയറിയ ചന്തിയുടെ തണുപ്പ് വർണ്ണിച്ചു വരുന്നവരോട് ഒന്നേ പറയാനുള്ളൂ. 2025 പഹൽഗാമിൽ ഭീകരർ കൊല ചെയ്തത് 26 ഇന്ത്യക്കാരെയാണ്. 2008 മുംബൈ താജ് ഹോട്ടലിൽ വെച്ച് ഭീകരർ കൊല ചെയ്തത് 170 ഇന്ത്യക്കാരെയാണ്. പഹൽഗാമിൽ പോയതും മുംബൈയിൽ പോയതും നമ്മുടെ സഹോദരങ്ങളാണ്. എന്നാൽ വ്യാപ്തി വെച്ച് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരാക്രമണമായിരുന്നു 2008 മുംബൈ നടന്നതെന്നത് സത്യം. അന്ന് രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയുടെ തടമ്പ് പറഞ്ഞ് പാകിസ്ഥാനെ എന്ത് ചെയ്തു? ഒരു ചുക്കും ചെയ്തില്ല. മറിച്ച് ഉച്ചത്തിൽ കരഞ്ഞു ഒബാമ ഒബാമ എന്ന്. ഒരു ഈർക്കിൽ കൊണ്ടുപോലും തിരിച്ച് പാകിസ്ഥാനെ ഒന്ന് അടിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല. ആ മറവാഴകളാണ് ഇപ്പോൾ ഇരുന്ന് ഡയലോഗ് അടിക്കുന്നത്. പിന്നെ 2025 പഹൽഗാമിലുണ്ടായ ഭീകരാക്രമണം, അതിനെതിരെ മോദി സർക്കാരും ഇന്ത്യൻ ആർമിയും ചുട്ട മറുപടി നൽകിയിട്ടുണ്ട്. ഇന്ത്യൻ പാർലമെന്റിലും മുംബൈയിലും കൂട്ടുകുരുതി നടത്തിയ ഭീകരർ അഴിഞ്ഞാടിയപ്പോൾ പ്രതിഷേധം പ്രസ്താവനയിൽ ഒതുക്കി വാതിലടച്ചു കിടന്ന കോൺഗ്രസ് ഭരണകൂടത്തിന്റെ നെറുകെട്ട നിലപാട് എന്തായാലും കശ്മീരിൽ വിനോദസഞ്ചാരികളെ ആക്രമിച്ച സംഭവത്തിൽ നരേന്ദ്രമോദി സർക്കാർ സ്വീകരിച്ചിട്ടില്ല. പകരം ഭീകരരെ പറഞ്ഞുവിട്ടവരുടെ താവളത്തിൽ കടന്നാണ് പ്രതികാരം ചെയ്തിരിക്കുന്നത്. അതാണ് ഒടുവിൽ പാക് സൈന്യത്തിന്റെ താവളങ്ങൾ ചാമ്പലാക്കുന്നതിൽ കലാശിച്ചിരിക്കുന്നത്. കോൺഗ്രസുകാര 80 ഭീകരരെ കൊലപ്പെടുത്തി. കറാച്ചി, റാവൽപിണ്ടി, ലാഹോർ, പെഷവാർ, ബലൂചിസ്ഥാൻ പോലെ പാകിസ്ഥാന്റെ തന്ത്രപ്രധാന മേഖലയിൽ നമ്മുടെ കര, നാവിക, വായുസേനകൾ കയറി അടിച്ചു. ഭാരതം സമ്പൂർണ്ണ യുദ്ധം ആഗ്രഹിക്കുന്നില്ല. അതായത് ഇനിയും വേണ്ടിവന്നാൽ പാകിസ്ഥാനിൽ കയറി അടിക്കുമെന്ന കൃത്യമായ മുന്നറിയിപ്പാണത്. രാജ്യം ആഗ്രഹിക്കുന്നതും ഈ വാക്കുകൾ തന്നെയാണ്. ഇന്ത്യ ഇനിയും ഭീകരതയ്ക്കെതിരെ പോരാടും. അതുകൊണ്ട് ഇന്ത്യയുടെ തടമ്പ് കഥ പറഞ്ഞ് സ്വയം അതുവഴി കേമത്തം പറയുന്ന നീയൊക്കെ തന്നെ രാജ്യം ഭരിച്ചപ്പോൾ മുംബൈയിൽ പോയ 170 പേരുടെ ജീവന്റെ കാര്യം കൂടി പറയണം.